السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا وذرياتنا ولمن ماتوا منا ولإخواننا ولأخواتنا ولجميع المصنفين الصالحين والعلماء العاملين والمفسرين والمحدثين والفقهاء والأئمة كلهم أجمعين. رب زدنا علما وحلما فهما وعقلا وأدبا كاملا رب كن بالخير وقت بالسعادة آمين برحمتك يا أرحم الراحمين. റഹ്മാൻ റഹീമ റബ്ബ്, ഈ പവിത്രമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ പാവങ്ങളും ദോഷങ്ങളും അല്ലാഹു വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. നമ്മുടെ ശിഷ്ട ജീവിതത്തിൽ യാതൊരു തെറ്റിലേക്കും കുറ്റങ്ങളിലേക്കും പോവാതെ പരിശുദ്ധിയോടുകൂടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ആഫിയത്തോടുകൂടെ ജീവിക്കാനും ദീർഘായുസ് ലഭിച്ചുകൊണ്ട് കൂടുതൽ അമലുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹസനാക്കി തരട്ടെ. നമ്മുടെ തൊഴിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ധനങ്ങളിലും നമ്മുടെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗൾഫിൽ വന്ന ആ യുദ്ധഭീതി അള്ളാഹു തആല ഇല്ലാതെയാക്കി സമാധാനവും ശാന്തിയും അള്ളാഹു തആല പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ വന്ന ഈ കഠിനമായ ചൂട്, സഹിക്കാനാവാത്ത ഈ ചൂടിനൊരു ശമനം അള്ളാഹു നൽകുകയും അള്ളാഹുവിൻ്റെ റഹ്മത്താകുന്ന മഴ അള്ളാഹു തആല നമുക്ക് വർഷിപ്പിച്ചു തരികയും ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഗൾഫിലെ ജീവിതം സുഖകരമാക്കി തരികയും നല്ല റാഹത്തോടു കൂടി യുദ്ധഭീതിയോ മറ്റുള്ള ഭയങ്ങളോ ഒന്നുമില്ലാതെ വളരെ സമാധാനത്തോടെ നിന്നുകൊണ്ട് നമ്മുടെ മഈശത്തിന് വേണ്ടി ജോലിയെടുക്കാനും മഈശത്തിൻ്റെ വഴികളും നമ്മുടെ മറ്റാവശ്യങ്ങളും വിടാനുള്ളതായ മരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭാര്യ മക്കൾ, അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പാപങ്ങളും വിട്ടുകൊടുത്ത് മാഫാക്കി അവരെയും നമ്മയും അള്ളാഹു ഇരു വീട്ടിലും വിജയയുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖാത്തിമത്തും അതിൻ്റെ ആഖിബത്തും അള്ളാഹു തആല നന്നാക്കി തരട്ടെ. പ്രിയമുള്ള സ്നേഹിതന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാ വെള്ളിയാഴ്ചയും റമദാന് ശേഷം അല്പമെങ്കിലും ക്ലാസ് എടുക്കാമെന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങാൻ സാധിച്ചില്ല. ഈ വെള്ളിയാഴ്ച തുടങ്ങാമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നിങ്ങളോട് കരാർ ചെയ്തിരുന്നു. പക്ഷേ ഇന്നും രാവിലെ ഒരു നിക്കാഹുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി രാവിലെ ക്ലാസ് എടുക്കാൻ സാധിച്ചില്ല. ഉച്ചൻ്റെ ശേഷവും ക്ലാസ് എടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അല്പസമയം ഒഴിവ് കിട്ടിയപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് തിരിഞ്ഞതാണ്. ശവ്വാൽ മാസം കഴിയുന്നതോടുകൂടി കഴിയുന്നത്ര നിക്കാഹുകൾ കഴിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെല്ലാം ഈ മാസത്തിൽ നിക്കാഹ് കഴിക്കാൻ വേണ്ടി ജാഗ്രത കാണിക്കുകയാണ്. കാരണം നിക്കാഹിന് ഏറ്റവും പ്രധാനപ്പെട്ടതും സുന്നത്തായ 2 മാസങ്ങളുമാണല്ലോ. ഒന്ന് ശവ്വാൽ, മറ്റൊന്ന് സഫർ. സഫർ മാസം ശവ്വാൽ മാസവുമാണ് നിക്കാഹിക്ക് ഏറ്റവും അർഹമായ അനുയോജ്യമായ മാസം. അല്ലാഹുവിൻ്റെ റസൂല് മാതൃകയെ കാണിച്ചു തന്ന മാസമാണത്. അല്ലാഹുവിൻ്റെ റസൂല് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ മഹദി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് ശവ്വാൽ മാസത്തിലായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ കരടിൻ്റെ കഷ്ണമായ ഫാത്തിമ ഖത്തഅത്തുമിന്നി വദഅത്തുമിന്നി എന്നൊക്കെ ഹദീസിൽ പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു കൊടുത്ത അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു കൊടുത്തത് സഫർ മാസത്തിലായിരുന്നു. അതുകൊണ്ട് സഫർ മാസവും ശവ്വാൽ മാസവും വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സുന്നത്തായ ബലപ്പെട്ട മാസങ്ങളിൽപ്പെട്ടതാണ് എന്നാണ് മഹാന്മാരായ ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ അടിസ്ഥാനത്തിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ ഈ 2 മാസത്തിൽ കഴിവ് നിക്കാഹ് നടത്താൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സമയം കിട്ടാതെ വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറിലാക്കി തരട്ടെ. ഇന്ന് നടക്കുന്ന നിക്കാഹുകളൊക്കെ അള്ളാഹു തആല ഖൈറിലാക്കട്ടെ, നന്മയിലാക്കട്ടെ, ബർക്കത്തിലാക്കട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്നൊരൽപ്പം ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളോടുമായിട്ട് ബന്ധപ്പെടുകയാണ്. നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ ഒരു കാലം മാത്രമാണ് നമുക്കിവിടെ ജീവിക്കാൻ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ളത്. മുൻകാല സമുദായത്തെ സംബന്ധിച്ചിടത്തൊക്കെ അവർക്ക് ദീർഘമായ കാലവും വളരെ നീണ്ട ആയുസ്സും അള്ളാഹു തആല നൽകിയിരുന്നുവെങ്കിൽ ഈ സമുദായത്തിന് വളരെ കുറഞ്ഞ വിരളമായ ആയുസ്സാണ് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആയുഷ്കാലം നമുക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്.
പുണ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം നോമ്പ് മാത്രമല്ലല്ലോ, എല്ലാം പുണ്യകർമ്മങ്ങൾ തന്നെയാണല്ലോ. നിസ്കരിക്കുക, നോമ്പോക്കുക എന്നതിന് പുറമെ അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ ആയാത്തുകളെ സംബന്ധിച്ചുമുള്ളതായ ചിന്ത, അത് ഒരു പുണ്യകർമ്മങ്ങളിൽപ്പെട്ടതാണല്ലോ. അതേപോലെ തന്നെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക, നാവിനെപ്പോഴും നമുക്ക് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏത് ജോലി എടുക്കുകയാണെങ്കിലും, എവിടെ പോവുകയാണെങ്കിലും, യാത്ര ചെയ്യാനും നടക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഇബാദത്താണ് ദിക്റ് എന്നത്. അതൊക്കെ വലിയ പുണ്യകർമ്മങ്ങളാണ്. നാം വിചാരിക്കാത്ത മഹത്തായ നേട്ടങ്ങളൊക്കെ നമുക്കതുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. ഏത് അമല് കൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് അമല് ചെയ്യാൻ കിട്ടുന്ന അസുലഭ മുഹൂർത്തങ്ങളെല്ലാം നാം അമലിലേക്ക് ഉപയോഗിക്കണം. കാരണം അല്ലാഹു റസൂൽ പറഞ്ഞു, യഅ്മലു ഫകുല്ലു മുയസ്സറു ലിമാ ഖുലിഖ ലഹു. നിങ്ങൾ അമല് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോരുത്തരെയും അവനെ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടുവോ അതിലേക്ക് എളുപ്പമാക്കപ്പെടും. അഥവാ അവൻ സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ സ്വർഗീയ അഹലുകാരുടെ അമലുകൾ ചെയ്യാനുള്ള ഒരു വഴിയും എളുപ്പവും അവനിക്ക് അല്ലാഹു തആല നൽകും. അപ്പോൾ ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം അമലുകൾ ചെയ്യണം. നേരെ മറിച്ച് നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിൽ ആ നരകത്തിലേക്ക് പോവേണ്ട അമലുകൾ ചെയ്യാനും പ്രവർത്തനങ്ങൾ നടത്താനുമായിരിക്കും അവന് എളുപ്പമാവുകയും അതിനുള്ള അവസരമായിരിക്കും അവന് കൂടുതൽ കിട്ടുകയും ചെയ്യുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ പുണ്യകർമ്മങ്ങൾ നമ്മൾ ധാരാളം അധികരിപ്പിക്കുക, അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിക്കുക, അള്ളാഹുവിൻ്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുക, അവനേക്ക് ദിക്റ് ചൊല്ലുക, മറ്റുള്ളവരെ സഹായിക്കുക, അതൊക്കെ പുണ്യകർമ്മങ്ങളാണല്ലോ. നല്ല നല്ല വാക്കുകൾ പറയുക, വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ. നല്ല വാക്കുകൾ പറയൽ പോലും സദഖയാണെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, വഴിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകളും മറ്റും അകറ്റുക, എടുത്തു കളയുക, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നന്മകളാണ്, പുണ്യകർമ്മങ്ങളാണ്. ഈ പുണ്യകർമ്മങ്ങളൊക്കെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്തു കൂട്ടിയ നാളെ പരലോകത്തേക്ക് അതെല്ലാം വലിയ ഒരു മുതൽക്കൂട്ടായി നമുക്ക് മാറി കിട്ടും. പക്ഷേ നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ, ആ പുണ്യകർമ്മങ്ങളൊക്കെ ഫലവത്താവണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇഖ്ലാസ് എന്ന ഒരു കാമ്പ്, ഒരു സത്ത് അതിലുണ്ടായിരിക്കണം. ഏതേത് കർമ്മങ്ങളാണെങ്കിലും ആ കർമ്മങ്ങളുടെ കാമ്പ്, അതിൻ്റെ സത്ത് ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഇല്ലെങ്കിൽ ഏത് കർമ്മം കൊണ്ടും കാര്യമില്ല. എത്ര തന്നെ ധാരാളം അമലുകൾ ചെയ്തിട്ടും കാര്യമില്ല, അതെല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്. വഹദർ റിയാ അൻ മുഹ്മിത്തുൽ ഇബാദത്ത്. എല്ലാ ഇബാദത്തുകളെയും പൊളിച്ചു കളയുന്നതാണ് ഇഖ്ലാസില്ലായ്മ. അതുകൊണ്ട് ഇഖ്ലാസിനെ നീ സൂക്ഷിക്കണം, ഇഖ്ലാസിനെ നീ മുറുകെ പിടിക്കണമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ്, ആ ഹദീസിൽ തന്നെ കാണാം, നീ ഇഖ്ലാസ് ഉള്ളവനാണെങ്കിൽ യക്ഫിക ഖലീലു മിൻ അമൽ. കുറഞ്ഞ അമൽ നിനക്ക് മതി. ഇഖ്ലാസോടുകൂടിയ കുറഞ്ഞ അമൽ മതി, ധാരാളം അമലുകൾ ചെയ്യണമെന്നില്ല. കുറഞ്ഞ അമലുണ്ടെങ്കിൽ തന്നെ അത് മതിയാകും ഇഖ്ലാസോടുകൂടിയാണെങ്കിൽ എന്ന് ഹദീസിൽ കാണാം. വളരെ മഹത്തായ ഒരു സംഗതിയാണ് ഇഖ്ലാസ് എന്നത്. അത് ഏത് കർമ്മത്തിൻ്റെയും ഉള്ളിൽ ഒളിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏതേത് അമലുകളും അവൻ്റെ മനസ്സിൻ്റെ നിയ്യത്ത് കൊണ്ടാണ്. മനസ്സിൻ്റെ നിയ്യത്താണോ ഇഖ്ലാസ്. ആ ഇഖ്ലാസ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് അവൻ്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എല്ലാ അമലുകളും പരിഗണിക്കുക ആ അമലുകൾ ചെയ്യുന്നവൻ്റെ നിയ്യത്ത് അനുസരിച്ചാണ് എന്നാണ്. എന്നിട്ട് ഉദാഹരണം അല്ലാഹു റസൂൽ പറഞ്ഞു, മൻകാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. മദീനയിലേക്ക് ഹിജ്റ വന്നൊരു സഹാബി അള്ളാഹുവിൻ്റെ പ്രതിഫലവും റസൂലിൻ്റെ പ്രീതിയും ഉദ്ദേശിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അവൻ്റെ ഹിജ്റ കൊണ്ട് അവനിക്ക് ഉദ്ദേശിച്ച ആ നേട്ടം, ആ അവൻ്റെ നിയ്യത്ത് അവന് കരസ്ഥമാക്കാൻ കഴിയും. നേരെ മറിച്ച് മൻകാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയ യുസിബുഹ. മദീനയിൽ വന്ന് കച്ചവടം ചെയ്ത് കുറേ ധനം സമ്പാദിക്കണമെന്നോ ഇംറാത്തിനെങ്കിൽ അല്ലെങ്കിൽ ഒരു പെണ്ണ് വിവാഹം ചെയ്തുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടണമെന്നോ ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ മദീനയിലേക്ക് വന്നതെങ്കിൽ ഹിജ്റത്തുഹു ഇലാ മാ ഹാജറിലേക്ക്, ആ ആഗ്രഹിച്ച കാര്യം മാത്രമേ അവനക്ക് ലഭിക്കൂ. അള്ളാഹിൻ്റെ അടുക്കൽ അവനിക്ക് പ്രതിഫലമോ അള്ളാഹ് റസൂലിൻ്റെ പ്രീതിയോ പരലോകത്തേക്കുള്ള ഒരു നേട്ടമോ അതുകൊണ്ട് കൈവരിക്കാൻ കഴിയില്ല എന്ന് വിശ്വദാസങ്ങൾ പറഞ്ഞത് കാണാം. അപ്പോൾ ഏതേത് അമലിൻ്റെയും സത്ത്, അതിൻ്റെ കാമ്പ് ഇഖ്ലാസാണ്. ആ ഇഖ്ലാസ് കൊണ്ട് നമുക്ക് പിശാചിനെ പോലും കീഴ്പ്പെടുത്താൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പിശാച് പറഞ്ഞല്ലോ, അല്ലാഹുവേ ലഉഗ്വിയന്നഹും അജ്മഈൻ. നിന്റെ അടിമകളെ മുഴുവൻ ഞാൻ പഴപ്പിക്കുമെന്ന്, നിന്റെ അടിമകളെ മുഴുവൻ ഞാൻ വഴിതെറ്റിക്കുമെന്ന് ഇബ്ലീസ് അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്തപ്പോൾ അവൻ തന്നെ പറഞ്ഞു, ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. ഇഖ്ലാസുള്ള നിന്റെ അടിമകൾ ഒഴിച്ച് അവരെ വഴിതെറ്റിക്കാനും അവരെ പഠിപ്പിക്കാനും എന്നെ കൊണ്ടാവില്ല എന്ന്. അതുപോലെ തന്നെ അള്ളാഹു ഖുർആനിൽ അടിക്കടി ഇഖ്ലാസിനെ കുറിച്ച് പറയുന്നത് കാണാം, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടെ അള്ളാഹിനെ ആരാധിക്കാൻ മാത്രമാണ് തൗറാത്തിലും ഇഞ്ചീലിലും മറ്റ് പൂർവ്വഗ്രന്ഥങ്ങളിലും പരിശുദ്ധ ഖുർആനിലും അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. അത് മാത്രമാണ് എന്ന് ഖുർആനിൽ വിവരിച്ചത് കാണാം. അപ്പോൾ ഇഖ്ലാസ് എന്നത് വലിയ ഒരു സത്താണ്, ഇത് വലിയൊരു മുതലാണ്, വലിയൊരു നിധിയാണ്. അതുണ്ടെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. അതില്ലെങ്കിൽ നാം ചെയ്യുന്ന അമലുകളും നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നിഷ്ഫലമായി പോകും. ബഹുമാനപ്പെട്ട ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യയിൽ ഇഖ്ലാസ് കാരണം
ഒരു മനുഷ്യന് പിശാചിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞതും ഇഖ്ലാസ് ഇല്ലാതെയായപ്പോൾ ഇബ്ലീസ് അവന്റെ മേൽ വിജയം വരിച്ചുകൊണ്ട് അവനെ ഇബ്ലീസ് കീഴ്പ്പെടുത്തിയതുമായ ഒരു സംഭവ കഥ ബഹുമാനപ്പെട്ട ഉസ്താൻ റളിയല്ലാഹു അൻഹു തന്റെ ഹീലിൽ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇഖ്ലാസ് എന്നത് വളരെ പ്രധാനമായി നാം കൈമുതലാക്കി പിടിക്കേണ്ടതാണ്. ഇഖ്ലാസ് വേണം എന്ന് പറയുമ്പോൾ എന്താണ് ഇഖ്ലാസ്, എങ്ങനെയാണ് ഇഖ്ലാസ് എന്ന കാര്യത്തിലൊക്കെ നമുക്ക് സംശയമുണ്ടായിരിക്കാം. അതിൻ്റെ ചെറിയൊരു വിവരണമാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഇഖ്ലാസ് 3 വിധമുണ്ട്. 3 വിധത്തിലുള്ള ഇഖ്ലാസ് ഉണ്ടായാൽ അത് ഏതും ഉണ്ടാവാം, അത് ഏതിൽ ഉണ്ടായാലും അവൻ്റെ അമല് സ്വീകാര്യമാകും, അമലിൻ്റെ ഫലം അതുകൊണ്ട് നേടാൻ കഴിയുകയും ചെയ്യും. അത് 3ഉം ഇല്ലാതെ പോകുമ്പോഴാണ് ഇഖ്ലാസിന് ഭംഗം വരുന്നത്. ഏതാ 3 വിധം? 1, അവൻ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കാം, അള്ളാഹിന്റെ പൊരുത്തം മാത്രം ഉണ്ടാവണമെന്നാണ് അവൻ ചെയ്യുന്ന സർവ്വ അമലുകളെ കൊണ്ടും അവൻ്റെ ഉദ്ദേശം. നേരെ മറിച്ച് അവന് ഈ ലോകത്തുള്ള പ്രതിഫലമോ അല്ലെങ്കിൽ പരലോകത്തുള്ള പ്രതിഫലമോ സ്വർഗപ്രവേശനമോ പോലും അവൻ ഉദ്ദേശിക്കില്ല. അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം. ഈ നിലക്കുള്ള ഇഖ്ലാസാണ്. അള്ളാഹിന്റെ പ്രീതിയെ മാത്രം ഉദ്ദേശിക്കാം. സ്വർഗം കിട്ടണമെന്ന ഉദ്ദേശമില്ല, നരകത്തിന് രക്ഷപ്പെടണമെന്ന ഉദ്ദേശവുമില്ല, മറ്റുള്ള ദുന്യവിയോ അല്ലെങ്കിൽ ഉഹ്റവിയായ ഒരു നേട്ടം അവനിക്ക് ഉദ്ദേശമില്ല. അള്ളാഹിന്റെ റിള, അള്ളാഹിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന ഇഖ്ലാസ്, ആ ഇഖ്ലാസാണ് ഏറ്റവും ഉന്നതമായ ഇഖ്ലാസ്. ഏറ്റവും അഴലാ മർത്തബയിലുള്ളതാണ്. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളും ഔലിയാക്കളുമായ ആളുകൾക്ക് ആ നിലക്കുള്ള ഇഖ്ലാസാണ് ഉണ്ടാവുക. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹ അവർക്ക് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു, എവിടേക്കായി വെള്ളപാത്രമായിട്ട് പോകുന്നത് ചോദിച്ചു. അപ്പോൾ വഹദി പറഞ്ഞ മറുപടി എല്ലാവരും ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ മറുപടിയാണ്, ഞാൻ ഈ വെള്ളം കൊണ്ട് നരകത്തിൻ്റെ തീയിനെ കെടുത്താൻ പോവുകയാണ്. കാരണം നരകത്തെ പേടിച്ചിട്ടാണ് ജനങ്ങളൊക്കെ അമല് ചെയ്യുന്നത്. നരകത്തെ പേടിച്ചോ സ്വർഗം കിട്ടാനോ അല്ല അമല് ചെയ്യേണ്ടത്. അമല് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ റിളയും മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണെന്ന് മഹദി ആ സമയത്ത് ജനങ്ങളെ ഉപദേശിച്ചത് കാണാം. അപ്പോൾ അതാണ് ഏറ്റവും ഉന്നതമായ പദവി, അള്ളാഹിൻ്റെ പ്രീതിയെ മാത്രം ഉദ്ദേശിക്കുക. രണ്ടാമത്തെ ഇഖ്ലാസ് ഭൗതികമായ ഒരു ലക്ഷ്യവും ഉദ്ദേശിക്കാതിരിക്കുക. ദുന്യാവിൽ അവനക്ക് ഗുണം കിട്ടണമെന്നോ, ദുന്യാവിൽ അവൻ്റെ രോഗം സുഖമാവണമെന്നോ, അല്ലെങ്കിൽ അവനക്ക് ദുന്യാവിൽ ജീവിതത്തിൽ ഹൈർ വർക്കത്തുണ്ടാവണമെന്നോ, അല്ലെങ്കിൽ ദുന്യവിയാ നിലക്കുള്ള അവൻ്റെ കുടുംബത്തെ സമാധാനവും സന്തോഷം ഉണ്ടാവണമെന്നോ, ഇങ്ങനെ ദുന്യവിയായ ഒരു ലക്ഷ്യവും ഉദ്ദേശിക്കാതെ പരലോക പ്രതിഫലം മാത്രം ആഗ്രഹിക്കുക. അള്ളാഹുവിൻ്റെ പ്രീതിയോടുകൂടെ പരലോക പ്രതിഫലവും പരലോകത്തുള്ള നേട്ടവും മാത്രം ഉദ്ദേശിക്കലാണ് രണ്ടാമത്തെ ഇഖ്ലാസ്. ഇതിപ്പോൾ ഒരുവിധം ആളുകൾക്ക് ഉണ്ടാകുന്ന ഇഖ്ലാസാണ്. ഭൗതികമായ നേട്ടങ്ങളൊന്നും ഉദ്ദേശിക്കാതിരിക്കുക. പാരത്രികമായ ലക്ഷ്യങ്ങളും പാരത്രികമായിരിക്കുന്ന നേട്ടങ്ങളും ഫലങ്ങളും മാത്രം ഉദ്ദേശിക്കുക. സ്വർഗം കിട്ടാൻ, നരകത്തിൽ രക്ഷപ്പെടുക, ഇങ്ങനെയുള്ള ആ പാരത്രികമായ നിലക്കുള്ള ഏതെല്ലാം നിലക്കുള്ള നേട്ടങ്ങളുണ്ടോ അതൊക്കെ ഉദ്ദേശിക്കുക. ദുന്യവിയായ ഒരു കാര്യവും ഉദ്ദേശിക്കാതിരിക്കുക. ഇതാണ് ഇഖ്ലാസിൻ്റെ 2ാം മർത്തബ. ഈ മർത്തബ നമുക്കും സ്വീകരിക്കാൻ കഴിയും, നമുക്ക് പ്രയാസമുള്ള സംഗതിയല്ല. എന്നാൽ 3ാമത്തെ ഇഖ്ലാസിൻ്റെ മർത്തബ ഇബാദത്ത് കൊണ്ട് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുകയാണ്. അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കാം. ജനങ്ങളെ വെക്കുന്നുള്ള പൈസ കിട്ടലോ, അല്ലെങ്കിൽ ജനങ്ങളവനെ ബഹുമാനിക്കലോ, ജനങ്ങളവനെ കണ്ടു പുഴത്തലോ, ഇങ്ങനെ ജനങ്ങളെ വക്കൽ നിന്നും ഒന്നും ഒരു നേട്ടം ഉദ്ദേശിക്കാതെ എല്ലാ നേട്ടങ്ങളും അള്ളാഹുവിൻ്റെ വക്കെന്ന് മാത്രം ഉദ്ദേശിക്കാം. ഈ 3ാമത്തെ ഇഖ്ലാസിൽ അവനിക്ക് അവൻ്റെ ഇബാദത്ത് കാരണമായിട്ട് അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് രോഗശമനം ഉദ്ദേശിച്ചാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബത്തിലെ ഹൈറും ബർക്കത്തും, അല്ലെങ്കിൽ ജോലിയിലുള്ളതായിരിക്കുന്ന ഹൈർ ബർക്കത്ത്, അല്ലെങ്കിൽ മറ്റുള്ള ദുനിയാവിയായ നേട്ടങ്ങൾ, ഈ അള്ളാഹുവിൻ്റെ വക്കെന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, ജനങ്ങളെ വക്കെന്നല്ല അള്ളാഹുവിൻ്റെ വക്കെന്ന് മാത്രം അത്തരം കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതിന് ഈ 3ാമത്തെ ഇഖ്ലാസിൽ യാതൊരു ഭംഗം വരുത്തില്ല. 3ാമത്തെ ഇഖ്ലാസിന് കോട്ടം വരുത്തുകയുമില്ല. അള്ളാഹു അല്ലാത്തവരൊന്നും മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉദ്ദേശിക്കുമ്പോഴാണ് അത് ഈ ഇഖ്ലാസിന് കോട്ടം വരിക. അപ്പോൾ ദുന്യവിയാ നേട്ടങ്ങളോ പാരത്രികമായ നേട്ടങ്ങളോ 2 നേട്ടങ്ങളും ഈ 3ാമത്തെ ദറജയിൽ 3ാമത്തെ ഇഖ്ലാസിൻ്റെ ഇനത്തിൽ ഉദ്ദേശിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ ഏത് പാടില്ല, ജനങ്ങളെ ഒക്കെന്നുള്ളതായ പ്രശംസ, അവരെ ഒക്കെന്നുള്ള സാമ്പത്തിക ലാഭം, അവരെ ഒക്കെന്നുള്ളതായിരിക്കും നേട്ടങ്ങൾ, അവരെ ഒക്കുന്നുണ്ടാകുന്ന എന്തെങ്കിലും ഗുണങ്ങൾ, അവരെ മദ്ഹ് ചെയ്യൽ, അവനെ നന്നായി കാണൽ, ഇങ്ങനെ ജനങ്ങളെ ഒക്കെന്നുള്ള ഒന്നും ഉദ്ദേശിക്കാൻ പാടില്ല എന്നാണ് 3ാമത്തെ ഇഖ്ലാസ്. ഇത് ഏറ്റവും താഴെപ്പടിയുള്ള ഇഖ്ലാസാണ്. ഈ 3-4 നിലക്കുള്ള ഇഖ്ലാസെങ്കിലും അവൻ്റെ അമൽ ഉണ്ടായിരിക്കണം. ഈ 3 നിലക്കുള്ള ഇഖ്ലാസ് ഇല്ലാതെ അവൻ്റെ അമല് ജനങ്ങളെ ഒക്കെന്നുള്ള നേട്ടോ, അലിബാസ്, ജനങ്ങളെ ഒക്കെന്നുള്ള സാമ്പത്തികമായ ലാഭമോ മറ്റോ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അതാണ് ഇഖ്ലാസിൻ്റെ ഭംഗം വരുത്തുക. അതിനെ റിയാ എന്ന് പറയുക. അതാണ് അമലുകളെ പൊളിച്ചളയുകയും ചെയ്യുക. അത്തരം നിയ്യത്തുകളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ, ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിനെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.